ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് റെസിപ്പി വീഡിയോ ആയാലോ. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കരൾ കൊണ്ടുവന്നത്. അതും ബീഫിൻ്റെ കരളാണ്. ഒരു 1 kg അടുപ്പിച്ച് കാണുമെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. അങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ കൊണ്ടുവന്നു. ഞാനിത് കഴിക്കത്തില്ല കേട്ടോ, പക്ഷേ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കൊണ്ടുവന്നതാണ്. എനിക്ക് ബീഫ് അലർജിയാണ്. അപ്പോൾ ഞാൻ 2-3 വട്ടം പണി കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ബീഫ് ഞാൻ കൈകൊണ്ട് തൊടാറില്ല കേട്ടോ, കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ബീഫ് ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സൈസിലാണോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, വലിപ്പം കൂട്ടിയോ കുറച്ചോ. ഞാനൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചു. ഇത് നമുക്ക് കോഴിയുടെ കരൾ പോലെയല്ല, കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഞാനൊന്ന് കുക്കറിലിട്ട് വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അതായത് ഞാൻ ഒരു വിസിൽ കേൾപ്പിച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത് വിസിൽ കേൾപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്കങ്ങനെ 2-3 വട്ടം ചെയ്യാം കേട്ടോ. കാരണം അതിൻ്റെ ഒരു ഇതൊക്കെ എന്താ ബാഡ് ഇതൊക്കെ പോട്ടെന്ന് വിചാരിച്ച് കളഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ നോർമൽ നമ്മൾ കരൾ വരട്ടുന്നത് പോലെ തന്നെയാണ് കൊച്ചുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പം മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുരുമുളക് പൊടി കുറച്ച് കൂടുതലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കരളും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യണം. പിന്നെ അത് നല്ല കറുത്ത് വരത്തില്ല, അതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. എനിക്കിതിൻ്റെ ഉപ്പ് നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉപ്പ് ലേശം കുറവായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ഉപ്പ് അതനുസരിച്ച് ആഡ് ചെയ്ത് നോക്കുക. ഞാൻ ഇടയ്ക്ക് വെച്ച് പാത്രം മാറ്റിയാണ് കേട്ടോ, കാരണം നമ്മൾ ഈ അലുമിനിയം പാത്രത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങനെ വഴറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മാറ്റി ആ പാത്രത്തിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഞാൻ പിന്നെ ഓയിൽ ഒഴിച്ചിട്ടില്ല. ഓയിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റുന്ന ടൈമിലത്തേക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ ഓയിൽ ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ നല്ല രീതിയിൽ വഴറ്റി നല്ല കറുകറാ വരത്തുള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ല, അതുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാൻ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഉപ്പിൻ്റെ ലേശം ഉപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. രാത്രി പിന്നെ ഞാൻ ഒന്നുകൂടെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.